എല്ലാ തവണയും റംദാൻ മാസം വരുമ്പോഴേക്കും ഞാൻ ഡയറ്റും വർക്കൗട്ടൊക്കെ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ഈ തവണത്തെ റംദാൻ നോമ്പ് വന്നപ്പോഴേക്കും ഒരു മാസം മുന്നേ തന്നെ ഞാനൊരു വെയിറ്റ് ലോസ് ജേണിയിലായിരുന്നു. അങ്ങനെ എനിക്കൊരു 5 കിലോളം വെയിറ്റ് കുറയ്ക്കാൻ സാധിച്ചു. സോ ഡയറ്റ് സ്കിപ്പ് ചെയ്യാനും വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാനും മനസ്സ് വന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു ഡയറ്റ് പ്രിപ്പയർ ചെയ്ത് തന്നു. ആ ഒരു ഡയറ്റും എൻ്റെ വർക്കൗട്ട് റൊട്ടീൻസുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റംദാൻ മാസം എങ്ങനെ ഡയറ്റ് എടുക്കണം, എങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഉറക്കത്തിൽ എണീറ്റിട്ടുണ്ട്. നോമ്പായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സമയത്തൊക്കെ ഉറക്കത്തിൽ എണീക്കുന്നത്. അങ്ങനത്തെ ദുശീലങ്ങളൊന്നും എനിക്കില്ല കേട്ടോ. ഞാൻ രാവിലെ ഒന്നും ഉറക്കത്തിൽ എണീക്കാറില്ല. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് മീൽ അഥവാ ഇടയത്താഴം കഴിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ എന്താണ് നമ്മൾ ഫസ്റ്റ് മീലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് 150 ഗ്രാം ഓഫ് ചിക്കൻ ബ്രസ്റ്റ് ആൻഡ് 100 ഗ്രാം ഓഫ് റൈസ് പ്ലസ് കുറച്ച് പൈനാപ്പിളാണ്. പിന്നെ ഇത് 1.5 സ്കൂപ്പ് ഓഫ് വേ പ്രോട്ടീനാണ്. ഇത് മസിൽ ബ്ലേസിൻ്റെ വേഗോഡ് ഐസൊലേറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മീൽ അഥവാ ഇടയത്താഴം. ഇത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഹോൾ ഡേ നമ്മുടെ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. റൈസ് എടുക്കുമ്പോൾ വൈറ്റ് റൈസ് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇന്നിവിടെ വൈറ്റ് റൈസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഈ റൈസ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ബോയിൽഡ് ചിക്കനാണ്. ഇതിൽ വേറെ ഫ്ലേവറൊന്നും ആഡ് ചെയ്തിട്ടില്ല. സോൾട്ടും ടെർമറിക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കുക്കറിലിട്ടൊരു 4 വിസിലടിച്ചെടുത്തതാണ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ഇടയത്താഴം കഴിച്ചു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വേറെ വർക്കുകളൊന്നുമില്ല. നമുക്കിനി കുളിച്ച് ഫ്രഷായി നമുക്കൊന്ന് പള്ളിയിൽ പോകണം. അത് കഴിഞ്ഞ് ഇന്നത്തെ ഡേ നമ്മൾ കംപ്ലീറ്റ് ഫാസ്റ്റിങ്ങിലായിരിക്കും. സോ നമ്മുടെ അടുത്ത മീൽ എടുക്കുന്ന ഒരു ടൈം ഏകദേശം 6:40 ഒക്കെ ആകുമ്പോഴേക്കാണ്. ആ ഒരു ടൈം നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫാസ്റ്റിംഗ് ടൈം ഏകദേശം തീരാറായിട്ടുണ്ട്. 6:40 ആകുമ്പോഴേക്കുമാണ് നമ്മുടെ ഫാസ്റ്റിംഗ് തീരുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന സെക്കൻഡ് മീൽ എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ സെക്കൻഡ് മീൽ എടുത്തതിന് ശേഷം നമ്മൾ നേരെ പള്ളിയിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വർക്കൗട്ടിലേക്ക് പോകും. സോ നമ്മുടെ സെക്കൻഡ് മീൽ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സെക്കൻഡ് മീൽ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ടാണ് ഞാൻ വർക്കൗട്ടിന് പോകുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് കാണിക്കാം. ഇത് മസിൽ ബ്ലേസിൻ്റെ വേഗോഡ് ഐസൊലേറ്റ് ആണ്. 1 സ്കൂപ്പ് ഓഫ് വേ പ്രോട്ടീൻ ആൻഡ് 1 ആപ്പിൾ, സം വാട്ടർമെലൺ ആൻഡ് ഇതൊരു കഫൈൻ ഡ്രിങ്കാണ്. നിങ്ങൾക്ക് ഇത് എടുക്കണമെന്നില്ല. ഇതിന് പകരം നിങ്ങൾക്ക് ബ്ലാക്ക് കോഫി ആണെങ്കിൽ എടുക്കാം. പക്ഷേ ഞാൻ എടുക്കുന്ന ഈ ഹെർബാലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അഫ്രഷ് എന്ന് പറഞ്ഞ ഈ ഒരു ഡ്രിങ്കാണ്. ഇതിൻ്റെ അകത്ത് ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ഹൈ കഫൈനും വരുന്നുണ്ട്. സോ നമുക്കിതൊരു ഇൻസ്റ്റൻറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഈ മീലൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ജിമ്മിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി എടുക്കാനായിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻസ് ആൻഡ് സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ റിസ്റ്റ് ബാൻഡ് എടുത്ത് നമ്മൾ ബാഗിൽ വെക്കാം. റിസ്റ്റ് ബാൻഡ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇഞ്ചുറി ഒന്നും വരാതിരിക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഹെർബാലൈഫ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ ഒരു സപ്ലിമെൻ്റാണ്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ മുഴുവൻ വാട്ടർ കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആകാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇലക്ട്രോലൈറ്റ്സും എസെൻഷ്യൽ വിറ്റമിൻസും ചേർന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആകത്തില്ല. അങ്ങനെ നമ്മൾ ജിമ്മിൽ വന്നിട്ടുണ്ട്. നമുക്കിനി എത്രയും പെട്ടെന്ന് തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമുക്ക് ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാനായിട്ടില്ല. നമുക്ക് ചെന്നിട്ട് ഇനി പള്ളിയിൽ പോകാനായിട്ടുണ്ട്. അതുപോലെ അടുത്ത മീൽ എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലെ ഷൂ ഒക്കെ ഒന്ന് ഇടാം. നമ്മൾ പുറത്തിടുന്ന ഷൂ നമുക്ക് ഇവിടെ ഇടാൻ സാധിക്കത്തില്ല. നമ്മൾ വേറൊരു സെപ്പറേറ്റ് ഒരു ഷൂ തന്നെ ജിമ്മിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ എൻ്റെ ഷൂ ഇവിടെ വെച്ചിട്ട് പോകാറാണ് പതിവ്. അപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് വാമപ്പ് ചെയ്യുക. ചില ആളുകളൊക്കെ വാമപ്പ് സ്കിപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. വാമപ്പ് മസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് നന്നായിട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം വർക്കൗട്ട് ചെയ്യുക. പിന്നെ ഈ നോമ്പിൻ്റെ സമയത്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരുപാട് ഇൻറ്റൻസീവായിട്ടുള്ള വർക്കൗട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ചെറിയ ലൈറ്റ് വെയ്റ്റിൽ ചെറിയ വർക്കൗട്ടുകൾ മാത്രം ചെയ്താൽ മതി. ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് വീഡിയോ അല്ല. ഞാൻ പെട്ടെന്ന് തന്നെയാണ് വർക്കൗട്ടെല്ലാം ചെയ്ത് തീർക്കുന്നത്. കാരണം ഞാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നതും. അതുകൊണ്ട് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാനായിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ പിന്നീട് ഒരു ദിവസം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വർക്കൗട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നോമ്പ് കാലത്ത് ഞാൻ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ സ്പ്ലിറ്റ്സും അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. മൺഡേ നമുക്ക് ചെസ്റ്റിന് 2 വർക്കൗട്ട്, ഷോൾഡറിന് 2 വർക്കൗട്ട്, ട്രൈസെപ്സിന് 2 വർക്കൗട്ട്. ട്യൂസ്ഡേ ബാക്കിന് 2 വർക്കൗട്ട്, ബൈസെപ്സിന് 2 വർക്കൗട്ട്, ട്രൈസെപ്സ്. അതുപോലെ തന്നെ വെനസ്ഡേ നമുക്ക് റെസ്റ്റാണ്, ഫുൾ റെസ്റ്റാണ്. അതുപോലെ തേഴ്സ്ഡേ വരുമ്പോൾ ലെഗാണ്. ഫ്രൈഡേ ക്രോസ്ഫിറ്റ് ആൻഡ് കാർഡിയോ. അതുപോലെ സാറ്റർഡേ സൺഡേ നമുക്ക് റെസ്റ്റാണ് വരുന്നത്.
അപ്പോൾ ഇതാണ് നോമ്പിന് ഞാൻ ഫോളോ ചെയ്യുന്ന വർക്കൗട്ട് പ്ലാൻ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ വർക്കൗട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്ന് നമുക്ക് അടുത്ത മീൽ എടുക്കണം. അതിനുശേഷം നമുക്ക് പള്ളി പോയിട്ടുണ്ടേ. ഓ ഗൈസ്, കറണ്ട് പോയി ഗൈസ്. നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് മീൽ എടുക്കണം. അപ്പോൾ എന്താണ് എൻ്റെ പോസ്റ്റ് വർക്കൗട്ട് മീൽ എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്ന പോസ്റ്റ് വർക്കൗട്ട് മീൽ. ഇത് 150 ഗ്രാം ഓഫ് സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് 100 ഗ്രാം ഓഫ് ചിക്കൻ ബ്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിതിനി കഴിക്കാം. ഒരുപാട് തിരക്ക് പിടിച്ചിട്ടുള്ള ഈ ഒരു ലൈഫിനിടയ്ക്ക് നമുക്ക് ഇതുപോലെയുള്ളൊരു ടൈമിലൊക്കെ നമുക്ക് നമ്മുടെ ശരീരം മാത്രമല്ല, നമുക്ക് നമ്മുടെ മനസ്സും കൂടി കുറച്ച് ഫ്രീ ആക്കാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കാമാക്കി എടുക്കാനായിട്ടൊക്കെ സാധിക്കുമേ. സാധാരണ ഞാൻ വളരെ തിരക്കിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. സോ ഈ ഒരു സമയം എനിക്ക് അതിനും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് മീലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മീൽ എടുത്തിട്ട് നമ്മൾ പിന്നെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് മീൽ. വെജിറ്റബിൾസ് ആണ്, പ്ലസ് 6 എഗ് വൈറ്റ്സ് ആൻഡ് 1 സ്കൂപ്പ് ഓഫ് വേ പ്രോട്ടീൻ. നമ്മുടെ ഡയറ്റിൽ മസ്റ്റായിട്ടും വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. വെജിറ്റബിൾസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ പാടില്ല. അത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ എല്ലാ മീലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് റംദാനിൽ ഫോളോ ചെയ്യുന്നതിൻ്റെ ഡയറ്റ് ആൻഡ് വർക്കൗട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ദിസ് ഈസ് സൈനിങ് ഔട്ട്, നസീബ് സിദ്ദീഖ്.